ആലപ്പുഴ ജിംഖാന ഓർ ബസൂക്ക, ഏതാണ് ബെറ്റർ മൂവി? ഏത് മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം? സ്റ്റേ ട്യൂൺ ടു നോ മോർ. What is up, guys? You are already watching Cinema is Life. വിഷു സീസണിന് മലയാളം സിനിമയിൽ നിന്ന് 3 നല്ല ഹൈപ്പുള്ള പടങ്ങൾ റിലീസായിട്ടുണ്ട്. മരണമാസ് സ്റ്റാറിങ് ബേസിൽ ജോസഫ്, ആലപ്പുഴ ജിംഖാന സ്റ്റാറിങ് നമ്മുടെ യങ് പിള്ളേരെല്ലാവരും കൂടെ ഉണ്ട്, നസ്ലേൻ, ഗണപതി, പിന്നെ ദ ലെജൻഡറി മമ്മൂക്ക സ്റ്റാറിങ് ബസൂക്ക. 3 പടങ്ങൾ റിലീസായിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 പടം ഞാൻ ഇന്നലെ പോയി കണ്ട്. ആലപ്പുഴ ജിംഖാന ആദ്യം കണ്ട്, ബസൂക്ക അത് കഴിഞ്ഞ് കണ്ട്. സോ ദിസ് മൂവി ഈസ് എ റിവ്യൂ ഓഫ് ബോത്ത് ആലപ്പുഴ ജിംഖാന ആൻഡ് ബസൂക്ക. മരണമാസ് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ ഇത് റിലീസേ ആയിട്ടില്ല. എനിവേസ്, സോ ഒരു വശത്ത് നമ്മുടെ ബോളിവുഡിൻ്റെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ലെജൻഡായ മമ്മൂട്ടി സ്റ്റാറിങ് ബസൂക്ക, മറുവശത്ത് നമ്മുടെ മലയാളം സിനിമയിലെ അപ്കമിങ് ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് വന്ന ആലപ്പുഴ ജിംഖാന. നല്ല കോൺട്രാസ്റ്റാണ് 2 മൂവീസിലും. Both of the films had really good hype surrounding it, പക്ഷെങ്കിൽ പേഴ്സണലി ഫോർ മീ both were very average affairs. രണ്ടിനും അതിൻ്റേതായ റീസൺസ് ഉണ്ട്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ഇറ്റ് വൺ ബൈ വൺ. ഫസ്റ്റ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ആലപ്പുഴ ജിംഖാന, ഡിറക്റ്റഡ് ബൈ ഖാലിദ് റഹ്മാൻ. ഖാലിദ് റഹ്മാൻ ഡയറക്റ്റഡ് ഫിലിം വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല ഹൈപ്പാണ്. പുള്ളിയുടെ മൂവീസ് എല്ലാം നല്ല എന്തുവാണ് പറയുന്നത്, നല്ല വെറൈറ്റി ജോണേഴ്സാണ് പുള്ളി ടച്ച് ചെയ്യുന്നത്. ആൻഡ് ഫെയർലി എൻഗേജിങ് ആൻഡ് ഗുഡ് ഫിലിംസ് ആണ് പുള്ളി ഉണ്ടാക്കുന്നത്. സോ ഓൾവേസ് ഖാലിദ് റഹ്മാൻ ഒരു പുതിയ മൂവി ഇറക്കുമ്പോൾ നല്ല ഹൈപ്പാണ്. സോ ഈ പ്രാവശ്യം പുള്ളി വന്നേക്കുന്നത് ഒരു പുതിയൊരു ജോണറുമായിട്ടാണ്. ബോക്സിംഗ് സ്പോർട്ട് ബേസ്ഡ് സോർട്ട് ഓഫ് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ എന്ന് പറയാം, ആലപ്പുഴ ജിംഖാന. ഈ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു 4-5 ചെക്കന്മാരുള്ള ഒരു ഫ്രണ്ട് ഗ്രൂപ്പാണ്. ഇവർ എല്ലാവരും 12th ഫെയിൽ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇവരെല്ലാവരും ഓർക്കുന്നത് നമുക്കെന്തോ ബോക്സിങ് പഠിക്കാം, എങ്ങനെയും സ്റ്റേറ്റ്സിൽ ഒക്കെ കയറി ഒരു മെഡലൊക്കെ ഒപ്പിച്ചാൽ കോട്ട വഴി കോളേജ് അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ ഇതും കൊണ്ട് ഇവരെല്ലാവരും കൂടെ പോയി ബോക്സിങ് പഠിക്കുന്നത്. പിന്നെ ഇവരെങ്ങനെയാണ് ബോക്സിങ് പഠിക്കുന്നത്, ഇവർ സ്റ്റേറ്റ്സിന് പോവുമോ ജയിക്കുമോ മാച്ചിൽ, അതാണ് ഓവറോൾ സ്റ്റോറി. സ്റ്റാറിങ് നമ്മുടെ മലയാളത്തിലെ ഞാൻ പറഞ്ഞില്ലേ യങ് അപ്കമിങ് സ്റ്റാർസാണ്. നസ്ലേൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, ബേബി ജീൻ റാപ്പറുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഫെയർലി എൻഗേജിങ് വാച്ചാണ് ആലപ്പുഴ ജിംഖാന. മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ആകുമ്പം നല്ല രസമാണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പും ഇവരുടെ ബോണ്ടും അതിൻ്റെ ഇടയ്ക്കുള്ള കോമഡിയും ചളിയും, പിന്നെ ഇവരുടെ എന്തുവാ പറയുന്നത് ഒരു ഓവറോൾ ആലപ്പുഴ ആസ് എ ബാക്ക്ഗ്രൗണ്ട് ഈ മൂവിക്കകത്ത് കാണിച്ചേക്കുന്നതും, പിന്നെ എങ്ങനെ ഇവർ ബോക്സിംഗ് പഠിക്കാൻ കയറുന്നു, ഇവരെങ്ങനെ പഠിക്കുന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള കോമഡി, ഇതെല്ലാമാണ് ഫസ്റ്റ് ഹാഫ്. നല്ല രസകരമായ ഫീൽ ഗുഡായിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് എത്തുമ്പം മൂവി ബോക്സിംഗ് റിലേറ്റഡ് ആക്ഷനാണ്, മൊത്തം ബോക്സിംഗ് മാച്ചസ് ആണ്. അതും ഫെയർലി എൻഗേജിങ് ആയിരുന്നു. നല്ല വെൽ ഷോട്ട് ബോക്സിംഗ് കൊറിയോഗ്രഫിയാണ്, നല്ല എൻഗേജിങ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഗൂസ് ബംപ് ഇൻഡ്യൂസിങ് സീൻസ് ഒക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് ഇൻ ദിസ് ഫിലിം വാട്ട് ഐ ഫെൽറ്റ് വാസ് ദ ക്ലൈമാക്സ്. ഇറ്റ് ടോട്ടലി ലെറ്റ് ഡൗൺ ദി എൻറ്റയർ ഫിലിം. വൈ? ജനറലി ഇങ്ങനെ ബോക്സിങ് റെസ്ലിംഗ് ബേസ്ഡ് മൂവീസൊക്കെ നമ്മൾ കാണുമ്പം ക്ലൈമാക്സ് ഇസ് ലൈക്ക് ദ പീക്ക് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, പീക്ക് ഓഫ് ആക്ഷൻ, ഗൂസ് ബംപ് ഇൻഡ്യൂസിങ്, മോട്ടിവേഷണൽ, നല്ല രസകരമായി ടെൻഷനൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്ന, പക്ഷേങ്കിൽ നല്ല ഒരു സാറ്റിസ്ഫാക്ടറി എൻഡിങ് ഒക്കെ കിട്ടുന്നതാണ് ഈ ഓവറോൾ നമ്മൾ കാണുന്ന ബോക്സിംഗ് മൂവീസും റെസ്ലിംഗ് മൂവീസും എല്ലാം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയ ദംഗൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് അടിപൊളി ക്ലൈമാക്സ് ആയിരുന്നു. ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയ ഫോർ എക്സാമ്പിൾ റോക്കി, സിൽവെസ്റ്റർ സ്റ്റാലോണിൻ്റെ റോക്കി സീരീസ്, പിന്നെ ക്രിസ്ത്യൻ ബേലിൻ്റെ ദ ഫൈറ്റർ, ജേക്ക് ഗിലൻ ഹോളിൻ്റെ സൗത്ത് പോ, ഇതെല്ലാം ഈ മൂവീസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഗൂസ് ബംപ് ഇൻഡ്യൂസിങ്, എടുത്തങ്ങ് ചിയർ ചെയ്യാൻ തോന്നുന്ന ക്ലൈമാക്സ്, നല്ല അഡ്രിനലിൻ റഷ്, എന്താ പറയുന്നത് ഒരു കൺക്ലൂഷനൊക്കെ അടിപൊളിയായിട്ട് എങ്ങനെയാണ് തരുന്നത് ഈ മൂവീസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ സെയിം റെസിപ്പിയാണ് ആലപ്പുഴ ജിംഖാനയ്ക്കകത്തും ഉള്ളത്. പക്ഷേങ്കിൽ ഇവർ ക്ലൈമാക്സ് കംപ്ലീറ്റ്ലി മെസ്സപ്പ് ചെയ്യും. എന്താണെന്ന് ഞാൻ പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല, പക്ഷേങ്കിൽ ഫോർ മീ ദ ക്ലൈമാക്സ് വാസ് എ ബിഗ് ലെറ്റ് ഡൗൺ. ദേ വർ നോ ഗൂസ് ബംപ് ഇൻഡ്യൂസിങ് മൂവ്മെൻറ്റ്സ്, നോ അഡ്രിനലിൻ റഷ് ഇൻഡ്യൂസിങ് മൂവ്മെൻറ്റ്സ്. എന്താ പറയുന്നത് ഒരു കൺക്ലൂഷൻ പ്രോപ്പർ ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് പേഴ്സണലി അത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയിട്ടില്ല. മലയാളം സിനിമയിൽ നിന്ന് ഇതിൻ്റെ മുമ്പേ ഇങ്ങനെ റെസ്ലിംഗ് ബേസ്ഡ് സ്പോർട്സ് മൂവി ഇറങ്ങിയ ഗോധയാണ്. ഗോധ ആൻഡ് ആലപ്പുഴ ജിംഖാന കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഗോധയാണ് മോർ ഇഷ്ടപ്പെട്ടത്.
കാരണം അതിൻ്റെ അകത്ത് എല്ലാ ആസ്പെക്ട്സും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡി ഉണ്ട്, ഇമോഷണൽ ആസ്പെക്ട്സ്, യെസ് ദാറ്റ് ഈസ് അനദർ ആസ്പെക്ട് വിച്ച് ഇസ് ആബ്സെൻറ്റ് ഫ്രം ആലപ്പുഴ ജിംഖാന. ഇമോഷണൽ ആസ്പെക്ട്സ് ഹാർഡ്ലി ഉണ്ടായിരുന്ന ആലപ്പുഴ ജിംഖാനയ്ക്ക്. ഐ ഫെൽറ്റ് നോ ഇമോഷൻസ് ഫോർ എനി ഓഫ് ദ ക്യാരക്ടേഴ്സ് വിച്ച് വാസ് റിയലി വെൽ പൊർട്രേഡ് ഇൻ ഗോദ. ഫാദർ സൺ റിലേഷൻഷിപ്പ്, പിന്നെ ഒരു ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ടിൻ്റെ റിലേഷൻഷിപ്പ് അമിഡ്സ്റ്റ് ദ റെസ്ലിംഗ് ഓവറോൾ സെറ്റപ്പ് അവർ കൊണ്ടുവന്നേക്കുന്നത് നല്ല രസമായിട്ടാണ് എടുത്തേക്കുന്നത്. നല്ല അടിപൊളി ഗൂസ് ബംപ് ഇൻഡ്യൂസിങ് കൺക്ലൂഷനും മൂവിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇമോഷണൽ ആസ്പെക്ട്സും ഈ ഗൂസ് ബംപ് ഇൻഡ്യൂസിങ് ഒരു ക്ലൈമാക്സ് കൺക്ലൂഷൻ ആലപ്പുഴ ജിംഖാനയ്ക്ക് അത് ആബ്സെൻ്റ് ആയിരുന്നു, ബിക്കോസ് ഓഫ് വിച്ച് ദ മൂവി വാസ് അണ്ടർവെൽമിങ് ഫോർ മീ. ഓവറോൾ മൂവി നോക്കുവാണെങ്കിലും ഇടയ്ക്ക് കുറച്ച് ലാഗ് ഉള്ള പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ദ റൊമാൻറ്റിക് ആംഗിൾസ് ഓഫ് നസ്ലേൻ ആൻഡ് ഹിസ് ഹീറോയിൻസ്. അത് മൂവിക്കൊരു സ്റ്റോറിക്ക് ഒരു കോൺട്രിബ്യൂഷൻ അത് കൊടുത്തിട്ടില്ല. പ്ലസ് ഓവറോൾ സ്ക്രീൻ പ്ലേക്ക് അതൊരു സ്പീഡ് ബ്രേക്കർ പോലെ ആയിരുന്നു. സോ ഇൻ ടോട്ടാലിറ്റി ആലപ്പുഴ ജിംഖാന ഈസ് എ ഫെയർലി ഡീസൻറ്റ് വാച്ച്. ഇടയ്ക്ക് ഇച്ചിരി ലാഗ് ഉണ്ട്, പക്ഷെങ്കിൽ ഒരു വലിയ അണ്ടർവെൽമിങ് കൺക്ലൂഷനാണ്. Now let's move on to Mammootty starring Bazooka. Dino Dennis ആണ് ഡയറക്ടർ. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ് സ്റ്റാറിങ് മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ. എന്താ പറയുന്നത്, ഒരു റോബറി ബേസ്ഡ് മൂവിയാണ്. എ സീരീസ് ഓഫ് റോബറീസ് നടക്കുന്നുണ്ട്. പോലീസിന് ഇത് എന്തുവാ, ആരായി റോബറി ചെയ്യുന്നത്, എന്തുവാന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇവർക്ക് കുറേ ക്ലൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ട് സോൾവ് ആകാത്തതും കൊണ്ട് ദേ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് മമ്മൂട്ടീസ് ക്യാരക്ടർ ഹൂ ഈസ് എ ഫോറൻസിക് എക്സ്പേർട്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് എങ്ങനെയാണ് ഈ റോബറി ഗാങ്ങിനെ പിടിക്കുന്നത്, എങ്ങനെ പിടിക്കുമോ ഇല്ലയോ, ഇതാണ് ഈ മൂവിയുടെ ഓവറോൾ ക്രക്സ്. ബസൂക്ക ഓവറോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആൻഡ് കോൺവ്യുലേറ്റഡ് പ്ലോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ റോബറീസ് നടക്കുന്നുണ്ട്. ഈ റോബറീസിൻ്റെ എല്ലാ ക്ലൂസൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവർ ക്ലൂ ഒക്കെ ട്രാക്ക് ചെയ്ത് ഈ റോബേഴ്സിനെ പിടിക്കാൻ നോക്കുന്നു. പക്ഷേങ്കിൽ എല്ലാം ഒത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു. സ്റ്റോറി തുടങ്ങിയപ്പം ഓക്കെ, നല്ല എൻഗേജിങ് ആയിരുന്നു, സെറ്റപ്പൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേങ്കിൽ ആസ് ആൻഡ് വെൻ ദ സ്റ്റോറി പ്രോഗ്രസ് ഇറ്റ് ബിക്കെയിം സോ കൺഫ്യൂസിങ് ആൻഡ് സോ കോൺവ്യുലേറ്റഡ്. ആഫ്റ്റർ എ പോയിൻ്റ് ഓഫ് ടൈം ഞാനിങ്ങനെ തല പിടിച്ച് അവിടെ ഇരിക്കുമായിരുന്നു, ഇതെന്താ നടക്കുന്നത്, പ്ലീസ് ഒന്ന് തീർത്തുതാ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് ലാസ്റ്റ് 20-25 മിനിറ്റ്സിന് ഒരു ക്ലൈമാക്സ് വരും. നല്ല അടിപൊളി വേൾഡ് ക്ലാസ് ക്ലൈമാക്സ് ഒന്നുമല്ല, പക്ഷെങ്കിൽ ഇഫ് യു കമ്പയർ ഇറ്റ് വിത്ത് ദി ഓവറോൾ അണ്ടർവെൽമിങ് എക്സ്പീരിയൻസ് ഓഫ് ദ ഫിലിം, ദ ക്ലൈമാക്സ് വാസ് എ ഹൈ. ഇറ്റ് വാസ് എ റിയലി ഗുഡ് ക്ലൈമാക്സ് കമ്പയർഡ് ടു ദ ഫിലിം. ആ ക്ലൈമാക്സിൻ്റെ അകത്ത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഇങ്ങനെ വാവ്, നമ്മളിങ്ങനെ എണ്ണീറ്റൊക്കെ ഇരുന്ന് എന്തുവാ നടക്കുന്നതെന്ന്, എന്തുവാ മിസ്റ്ററി എങ്ങനെ അൺഫോൾഡ് ആകുന്നതെന്ന് കാണുമ്പോൾ നമുക്കതൊരു രസമായിട്ടാണ് തോന്നുന്നത്. മൂവി അണ്ടർവെൽമിങ് ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു പ്ലോട്ട്. ഇവർ ഈ റോബേഴ്സ് കൊടുക്കുന്ന ക്ലൂസ്, ഫോർ എക്സാമ്പിൾ ഈ ക്ലൂസൊക്കെ ഇവർ കാണുമ്പോൾ വളരെ എന്താ പറയുന്ന ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്ലൂസാണ്. ജനറലി ഒരാൾ, എനിക്ക് തോന്നുന്നത് ഇത് ഇമ്പോസിബിൾ ആണ് ടു ക്രാക്ക് ദീസ് ക്ലൂസ്. പക്ഷേങ്കിൽ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓക്കെ ഇത് ക്രാക്ക് ആക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഒരു അണ്ടർവെൽമിങ് സോർട്ട് ഓഫ് എൻ എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ക്ലൈമാക്സിൽ എന്തിനാ ചെയ്തതെന്ന് റിവീൽ ആയിക്കൊണ്ട് വരുമ്പോൾ ഇതെല്ലാം പോയിൻറ്റ്ലെസ് ആയിട്ട് തോന്നും. അതാണ് ഓവറോൾ ബസൂക്ക കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഫീൽ. എ വെരി confusing sort of a story, a convoluted sort of a screenplay which was saved by a fairly decent climax. മമ്മൂട്ടിയുടെ ആക്ടിംഗ് ഒക്കെ ഡീസൻ്റ് ആണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ഓവറോൾ മമ്മൂട്ടിയെ പൊട്രേ ചെയ്തേക്കുന്ന ആ സ്റ്റൈലും ആ പേഴ്സണേയും എനിക്ക് പേഴ്സണലി അത് ഒത്തിരി സൂട്ടായില്ല. ഫോർ എക്സാമ്പിൾ ഭീഷ്മപർവ്വത്തിൻ്റെ അകത്ത് മമ്മൂട്ടി പൊട്രേ ചെയ്തേക്കുന്ന മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് പുള്ളിക്ക് നല്ലപോലെ പുള്ളിയെ സ്റ്റൈൽ ചെയ്ത് ദ റോൾ സൂട്ടഡ് ഹിം വെൽ. ബ്രഹ്മയോഗത്തിൻ്റെ അകത്ത് ഈവൻ ദോ ഹി പ്ലേഡ് എ ഗോബ്ലിൻ, ഹി ബ്ലെൻഡഡ് ഇൻ ടു എ റോൾ. പക്ഷേങ്കിൽ ഈ മൂവിക്കകത്ത് പുള്ളി പൊട്രേ ചെയ്തേക്കുന്ന ഒരു സ്റ്റൈലിഷ്, ഒരു ഫോറൻസിക് എക്സ്പേർട്ട്, അത് ആ ഓവറോൾ ക്യാരക്ടർ പ്ലസ് ആ ഓവറോൾ പുള്ളിയുടെ ഗെറ്റപ്പ്, പുള്ളിയുടെ കോസ്റ്റ്യൂംസ് എല്ലാം എനിക്ക് പേഴ്സണലി അത് മമ്മൂട്ടിക്ക് ജെല്ലായില്ലെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ബിഗ് നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ മൂവിക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു കൺഫ്യൂസിങ് സോർട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. എന്തുവാ നടക്കുന്നത്, എന്തുവാ പ്ലേ ആവുന്നത്, ഇതെല്ലാം ഒരു കൊഹഷൻ ഇല്ല, ഒരു യൂണിറ്റി ഇല്ല, ഒരു തീമില്ല. ചുമ്മാതെ എന്തൊക്കെയോ പ്ലേ ആവുന്നത്. നല്ല ഗൂസ് ബംപ് ഇൻഡ്യൂസിങ് മൂമെൻറ്റ്സ്, നല്ല മാസ് മൂമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാസ് ടൈപ്പ് മ്യൂസിക്കാണ്, പിന്നെ മെലോ മ്യൂസിക്കാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ദാറ്റ് വാസ് overall what I felt about Bazooka, a very underwhelming, confusing, convoluted sort of a story which was saved by a fairly decent climax. So overall ഈ രണ്ട് മൂവീസ് ആലപ്പുഴ ജിംഖാന ആൻഡ് ബസൂക്ക കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഏത് മൂവിയാണ് നല്ലതെന്ന് എന്നോട് ചോദിക്കുവാണെങ്കിൽ പേഴ്സണലി ഐ ഫെൽറ്റ് ആലപ്പുഴ ജിംഖാന വാസ് ബെറ്റർ. ബിക്കോസ് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു സബ്ജക്റ്റിൻ്റെ അകത്ത്. സ്റ്റോറിയും ഫെയർലി ഡീസൻ്റ് ആയിരുന്നു.
അതേസമയം ബസൂക്ക നോക്കുവാണെങ്കിൽ ഓവറോൾ സ്റ്റോറി ഒത്തിരി കൺഫ്യൂസിംഗ് ആണ്. ആ ലാസ്റ്റ് 20-25 മിനിറ്റിൻ്റെ ക്ലൈമാക്സിന് വേണ്ടി നമുക്കിരുന്ന് 2 മണിക്കൂറിൻ്റെ ഈ കൺഫ്യൂസിംഗ് ആയ മൂവി കാണണമല്ലോ. സോ ദാറ്റ് ഈസ് വൈ ഫോർ മീ ആലപ്പുഴ ജിംഖാന വാസ് എ ബെറ്റർ വാച്ച്. So guys, that is my review of Alappuzha Gymkhana and Bazooka Maranamass. കാണുമ്പോൾ അതിൻ്റെ റിവ്യൂ ഇടാം. See you all in another video. Till then, take care. Goodbye.